ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം മാറ്റിവെച്ചിരിക്കുകയാണ്. നവംബർ 3-ന് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും. മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. മഹേഷ്, നാളെ പ്രഖ്യാപിക്കാനിരിക്കുകയായിരുന്നു, ഇപ്പോൾ അത് നവംബർ 3-ലേക്ക് മാറ്റിയിരിക്കുന്നു. എന്താണ് ഈ ഒരു ചെറിയ കാലതാമസത്തിന്റെ കാരണം? ലക്ഷ്മി, ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നാളെയാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ജൂറി, അന്തിമമായ വിലയിരുത്തൽ നടത്തുന്ന ജൂറി, ചെയർമാൻ പ്രകാശ് രാജ് നയിക്കുന്ന ആ ജൂറി, അവർക്ക് സിനിമകൾ കണ്ടു തീർക്കാൻ പുറമായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ സാഹചര്യത്തിലാണ് അന്തിമഘട്ടമായ വിലയിരുത്തൽ വീണ്ടും ചില സിനിമകൾ കാണുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിന് നിർണയം മാറ്റിവെച്ചിരിക്കുന്നത്. നിർണയം പൂർത്തിയാകാത്തതുകൊണ്ടാണ് പ്രഖ്യാപനം മാറ്റിവെച്ചിരിക്കുന്നത്. വരുന്ന നവംബർ മാസം 3-ാം തീയതി പ്രഖ്യാപനം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 38 ചിത്രങ്ങളാണ് സബ് കമ്മിറ്റികൾ തെരഞ്ഞെടുത്ത് നൽകിയത് അന്തിമ വിധിനിർണയ സമിതിക്ക്. അതിന്റെ ചെയർമാനാണ് സംവിധായകനും നടനുമായ പ്രകാശ് രാജ്. ആ ജൂറി ഈ സിനിമകൾ ഒക്കെ തന്നെയും വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു. മമ്മൂട്ടി, പ്രമേഹത്തിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം മമ്മൂട്ടിയും, അതുപോലെ തന്നെ ലെവൽ ക്രോസ് കൃഷ്ണകാന്ത സിനിമകളുടെ പ്രകടനത്തിന് ആസിഫ് അലിയും തമ്മിലുള്ള മത്സരമാണ് ശക്തമായിട്ടുള്ളത്. അതുപോലെ തന്നെ കൃഷ്ണകാന്തിന്റെ അഭിനയത്തിൽ തന്നെ വിജയരാഘവനെയും, അതുപോലെ ഭഗത് ഫാസിൽ, ടൊവിനോ തോമസ് എന്നിവരൊക്കെ ജൂറികൾ പരിഗണനയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7-അംഗ ജൂറിയാണ് ഇപ്പോൾ പുരസ്കാര നിർണയത്തിന് വേണ്ടിയിട്ട് അവര് സിനിമകൾ അന്തിമഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർക്ക് വിലയിരുത്തൽ നീണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പലതരത്തിലേക്കുള്ള അവാർഡുകൾ തന്നെ ഇതിനകത്ത് നിർണ്ണയിക്കേണ്ടതുണ്ട്. അപ്പം ആ അവാർഡുകളുടെ എല്ലാ നിർണ്ണയം പൂർത്തിയായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രഖ്യാപനം മാറ്റിവെച്ചിരിക്കുന്നത്. നാളെ പ്രഖ്യാപനം ഉണ്ടാവില്ല, 3-ാം തീയതിയായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. നവംബർ 3-ന് ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം. മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.